കോഴിക്കോട് കുതിരവട്ടം സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ രോഗിക്ക് മരുന്ന് മാറി നൽകിയെന്ന് പരാതി. രാമനാട്ടുകര സ്വദേശി നൽകിയ പരാതിയിൽ ഫാർമസിസ്റ്റിനെതിരെ കോടതി നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ഡിസംബർ 12-നാണ് രാമനാട്ടുകര സ്വദേശിനിയായ സ്ത്രീക്ക് ഡോക്ടർ എഴുതി നൽകിയ മരുന്നിന് പകരം മറ്റൊരു മരുന്ന് ഫാർമസിസ്റ്റ് നൽകുന്നത്. എൻ്റെ അമ്മ ഡിപ്രഷൻ സംബന്ധമായിട്ടുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്. അവർ തന്ന മരുന്ന് നമ്മൾ വാങ്ങിച്ചു. നമ്മൾ എന്തായാലും ഒത്തു നോക്കുന്നില്ല. നമ്മൾ അവരോടുള്ള ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളത് കൊണ്ടുവന്നു. ആ മരുന്ന് കഴിച്ചു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം ആൾ കുഴഞ്ഞു വീണു. സ്ട്രോക്ക് സംബന്ധമായിട്ടുള്ള സിംറ്റംസ് ആൾ കാണിക്കാൻ തുടങ്ങി. സംസാരിക്കാൻ പറ്റുന്നില്ല, പിന്നെ ശരീരം മൊത്തം തണുപ്പ് കയറി, ഒരു കംപ്ലീറ്റ്ലി സ്ട്രോക്ക് വന്ന പോലത്തെ സിംറ്റംസ് തന്നെ കാണിക്കാൻ തുടങ്ങി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർക്ക് തോന്നിയ സംശയമാണ് സംഭവത്തിന്റെ ചുരുളഴിച്ചതെന്ന് മകൾ അശ്വതി പറയുന്നു. CT എല്ലാം റിസൾട്ട് വന്നപ്പോൾ അതിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു പേഷ്യൻ്റ് വല്ല മരുന്നും മാറി കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ നമുക്ക് ആ സമയത്ത് അറിയുന്നില്ല. പ്രിസ്ക്രിപ്ഷനും അവർ തന്നിട്ടുള്ള അന്നത്തെ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഫാർമസിസ്റ്റ് തന്ന മെഡിസിനും തമ്മിൽ വളരെ ഡിഫറൻസ് ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലായത്. എസിറ്റലോപ്രം എന്ന് പറഞ്ഞ മരുന്നാണ് സാധാരണ അമ്മ കഴിക്കാറ്. അവർ ഒലാൻസപ്പി എന്ന് പറഞ്ഞൊരു മരുന്നാണ് മാറി തന്നത്. ആശുപത്രി അധികൃതർക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല. ഇതോടെ കുന്നമംഗലം കോടതിയിൽ പരാതി നൽകി. ഇതിലാണ് കേസ് രജിസ്റ്റർ ചെയ്ത് മെഡിക്കൽ കോളേജ് ACPയോട് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയത്. കുടുംബം ആരോഗ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. ആരോപണ വിധേയയായ ഫാർമസിസ്റ്റ് ഇപ്പോഴും കുതിരവട്ടം ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നു. 24 കോഴിക്കോട്.